കവിത നിങ്ങളൊക്കെ പണി പോകുന്നത് പലരും പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങളൊക്കെ ഒന്നും ആവശ്യമില്ല. സിനിമാ പടങ്ങളുടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് നായകനും പ്രായം എന്ന് പറയുന്നത് മതി, അത് തന്നോളൂ. അപ്പൊ ഞാൻ ഇതൊക്കെ വന്ന സമയത്ത് നോക്കിയിരുന്നു. സത്യം പറയാലോ, എന്നെ ഏറ്റവും വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ കിട്ടി. പക്ഷെ അതിന് കാരണം മലയാളത്തിലെ കവിതയുടെ ആ ഒരു ചരിത്രവും കണ്ടന്റ്, ദാറ്റ് ഓൺലൈൻ കണ്ടന്റ് ഇസ് വെരി ഹൈ ഓർ ഹ്യൂജ്. അത്രയും കൂടുതലായിട്ടുള്ള ഒരു വലിയ ഡേറ്റാ ബേസിൽ നിന്ന് ഇപ്പൊ ഞാൻ പ്രഭാതം അല്ലെങ്കിൽ മഴ പെയ്യുന്ന രാത്രി എന്നൊക്കെ പറഞ്ഞൊരു സാധനം കൊടുത്താൽ മഴ പെയ്യുന്ന രാത്രിയെ കുറിച്ചുള്ള അനേകം മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട ജീവിച്ചിരുന്ന ജീവനുള്ള കവികളാൽ എഴുതപ്പെട്ട കുറേ വരികൾ, വാക്കുകൾ അവിടെ കിടക്കുന്നത് കൊണ്ടാണ് നിർമ്മിത ബുദ്ധിക്ക് പുതിയൊരെണ്ണം അതിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി തരാൻ സാധിക്കുന്നു. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹാസ് ഓൾവേസ് എ ലിമിറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ സയൻസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന പോലെ അത്രമാത്രം കിടക്കുന്ന ഡേറ്റാബേസിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനേക്കാളും വളരെ നന്നായിട്ട് ഒരു കവിത എഴുതി തരാൻ ChatGPTക്ക് പറ്റും. പക്ഷെ അതൊരു ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യം. മനുഷ്യ കവിതയിലേക്ക് നിർത്തുന്ന സമയം കുറഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡേറ്റാബേസ് ഇങ്ങനെ ചുരുങ്ങി വരും. ഇപ്പൊ അതിന്റെ കണക്ഷൻ മനസ്സിലായി. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഹ്യൂമൻ ബ്രെയിൻ or invent something, അവിടെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ബിജു പറഞ്ഞത് അവരുടെ ഒരു കവിതയെക്കുറിച്ചിട്ട് ഉദാഹരിച്ചിട്ട് ഞാൻ പറയാം. അവരൊരു മുയലുറക്കം എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്, കേട്ടല്ലേ? അപ്പോൾ അത് സാധാരണ നമ്മൾ കേൾക്കുന്ന കുട്ടികൾ കേൾക്കുന്ന ആമയും മുയലുമായിട്ടുള്ള കഥയാണ്. പക്ഷെ ആ കഥയിൽ അവരുടെ പ്രതിഭയുടെ സ്ഫടികം വെച്ചിട്ട് അതിന്ന് വന്നിരിക്കുന്ന ആ ക്രിയേറ്റിവിറ്റി ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്, ഇന്നുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാബേസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ മിക്സ് ആൻഡ് മാച്ചായിട്ടൊരു പാറ്റേണുകൾ കൊണ്ടുവരും നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട്. പക്ഷേ മനുഷ്യൻ്റെ പ്രതിഭാവിലാസമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറാൻ ഇന്നത്തെ AI-ക്ക് കഴിവില്ല. പക്ഷെ അതേസമയം കുറേ കാര്യങ്ങൾ മനുഷ്യർ ചെയ്യേണ്ട കാര്യങ്ങൾ മനുഷ്യരല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്, മെഷീൻ ചെയ്യാൻ പറ്റുന്നത് വളരെ വളരെ വേഗതയോടെ, വളരെ മെച്ചമായിട്ട്, വളരെ തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്കോ എത്തിപ്പെട്ടിട്ടില്ല. അതിൻ്റെ കൂടെ മറ്റു പല കാര്യങ്ങളും മാനസികമായിട്ടുള്ള എത്തിക്സ്, നമ്മുടെ വാല്യൂ സിസ്റ്റംസ്, ഇതൊക്കെ ആ ഫ്ലേവറൊക്കെ വരാൻ ഒരുപക്ഷെ ഒരിക്കലും പറ്റില്ല നമ്മളെ റിപ്ലേസ് ചെയ്യാൻ എന്നാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. അത് സാമൂഹികപരമായ തിരുവാതിരനാറ്റുകാരോ വരെയാണ് ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറയുക, ഒരു ആകുലതയോട് ചോദിക്കുന്നതാണ്. അപ്പോൾ അല്ലാതെ ഇത് നമ്മളിവിടെ സമർപ്പിക്കാനല്ല. കാരണം ഇന്ന് കാണുന്ന പല ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് തന്നെ നമുക്ക് എന്താണോ ഇഷ്ടം, നമുക്ക് എന്താണോ ഇങ്ങനത്തെ മാം പറഞ്ഞ പോലെ എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആലോചിക്കുന്നത് ആഫ്റ്റർ 10 years down the line പല കാര്യങ്ങളും സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ട്വിൻ ബ്രെയിൻ, ഇപ്പോൾ ഏത് പുതിയ സാധനം ട്വിൻ ബ്രെയിൻ, നമ്മൾ ബ്രെയിൻ അതേപോലത്തെ ബ്രെയിൻ ഉണ്ടാക്കുക. ഇപ്പം ഞാനൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് ഡു യു നീഡ് AI സപ്പോർട്ട്. അപ്പോൾ അവർ ട്രെയിൻ ചെയ്തിട്ട് 1 week, 1 month, 1 year ട്രെയിൻ ചെയ്ത് നമുക്ക് തരും. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ എത്ര ശ്രദ്ധാപൂർവ്വം നമ്മളിലേക്ക്, അത് ഞാൻ സൈക്കോളജിസ്റ്റ് ആയിട്ടോട് ചോദിക്കുന്നത്, നമ്മളിലേക്ക് അടുക്കാൻ ആ സ്ട്രക്ചർ പറഞ്ഞല്ലോ, കുടുംബ സ്ട്രക്ചർ, അതിലൊരു എത്തിക്സ് ഉണ്ട്. മാം അതെടുത്ത് പറയുകയോ ആ എത്തിക്സും ഇപ്പോൾ പറഞ്ഞ ആ ഒരു മാനുഷിക പരനൊക്കെ നമുക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു വലിയൊരു വേദിയിൽ സംസാരിക്കുന്നതാണ്. പക്ഷേ എങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് പറയാൻ കിട്ടുന്ന സന്തോഷം. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, കുട്ടികൾ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നിർത്തി കൂടുതൽ ഡിജിറ്റൽ ഇതിനകത്തോട് പോകാൻ വരുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് പേടിയെന്ന് വെച്ചാൽ വഴക്കിനേക്കാളും കൂടുതൽ ജഡ്ജ്മെൻറ്റിനോടുള്ള പേടിയാണ്. എന്തിനാ അറിയേണ്ടത്, എന്നുള്ള പ്രായമൊന്നുമല്ല, ഇങ്ങനെ പെട്ടെന്ന് വന്നൊരു ഡയലോഗിനെ ഉള്ളൊരു പേടി. അത് ചിലപ്പോൾ സ്വയം കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ അമ്മ അവനോട് പറഞ്ഞത് കേട്ട് നമ്മുടെ അമ്മയും പറയണമെന്നുള്ളൊരു പേടി, വൈകേരിസോ സ്വയം
ബ്രെയിൻ മോനെ ഒരു ലിമിറ്റ് എല്ലാത്തിനും, ഒരു ഗുഡ് ലിമിറ്റ്. അത് സത്യം പറഞ്ഞാൽ പേരൻസിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല പറയാനേ പറ്റും. എത്ര ചെയ്യാൻ പറ്റും, കൈ പിടിക്കാനൊക്കെ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ തട്ടി മാറ്റില്ല. അപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ ഐ സപ്പോസ് ഫെയ്ത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ജെന്യൂൻ ആയിട്ട് എൻ്റെ പിള്ളേരോട് മിണ്ടുമ്പോൾ അവർക്കൊരു മനസ്സിലാവും. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ജെന്യൂൻ ആയിട്ട് നമ്മുടെ ഒരു കൺസേൺ, ഞാൻ എനിക്ക് പേടിയാവാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ചിലപ്പോൾ ഒരു കുട്ടി പക്ഷേ പിന്നെയും തുടങ്ങി. പക്ഷേ ചിലപ്പോൾ ഒരു കുട്ടി വിചാരിക്കാം അതൊന്നും വേണ്ട അച്ഛാ, അത് ഞാൻ ഇത് മാത്രമേ ചെയ്തുള്ളൂ. ചിലപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ അവരോട് പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ അപ്പുറത്തൊന്നും ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് ഒരു കാര്യം വീണ്ടും ചെയ്യാൻ തോന്നണമെങ്കിൽ നമ്മൾക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആദ്യത്തെ ഇതിനകത്ത് നോക്കണം. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ കുട്ടികൾ സംസാരിക്കുമ്പോൾ അതൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എപ്പോഴും എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ സത്യമായിട്ടും അത് വീണ്ടും നിങ്ങളോട് വരും. ചിലപ്പോൾ ശല്യപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസാരിക്കാൻ വരും. പക്ഷെ എന്നാൽ അവസാനം അത് എന്താകുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് ഇതാ പോകുന്നതെങ്കിൽ പ്രോപ്പർ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ തിയറി വെച്ച് തന്നെ അത് നടക്കില്ല. അപ്പോൾ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ പോലും ഇച്ചിരി വിവരമുള്ള പോലെ അങ്ങ് സംസാരിച്ചോ, വേണ്ടിയോട് ഇച്ചിരി ഒന്ന് പൊക്കിക്കോ. അപ്പോൾ അതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇല്ലാത്ത കുട്ടി ഇനി ഉണ്ടാക്കി എടുക്കണമെന്നവരോട് സംസാരിക്കണം. ആ രീതിയിൽ അവരങ്ങ് പൊക്കോളും. പ്രത്യേകിച്ചൊരു താളമൊന്നും വേണ്ട. നമ്മൾ അവരോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. ആ ഒരു ജെന്യൂൻനെസ് I have seen that people are able to identify. I think that could be a ടീച്ചർ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പ്രോജക്റ്റ് അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം സാർ പറഞ്ഞതുപോലെ അവർക്ക് കുറച്ചുകൂടി സാധ്യതകളെ കുറിച്ച് പറയുന്നു. എല്ലാ ക്ലാസ്സിലുള്ള 2-3 സാങ്കേതിക വിദ്യ പണ്ഡിതന്മാരായിട്ടുള്ള പിള്ളേർ എതിരെ വിളിച്ചാൽ മതി, അവരൊക്കെ ചെയ്യും. ഇതിൻ്റെ എല്ലാ സ്കൂളിലുണ്ടാവും. ഒരു പേര് ഞാൻ പറഞ്ഞത് മാത്രം, ഏതൊരു പെൺകുട്ടി. അപ്പം ഇങ്ങനെ 1-2 പേരുകളിൽ ഇവിടെ നമ്മളും കൂടി ഒന്നിച്ച് അവരെ ഇട്ട് കൊടുക്കാം. ഇപ്പം അതിനെ നമുക്ക് ഒരു ഫാമിലിക്കും എനിക്ക് തോന്നുന്നു ഫാമിലി ലോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞ റപ്ചറിങ് അതിനെങ്ങനെ നമ്മൾ മറികടക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ പുറത്തു നിൽക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു കഥ സ്വയട്ടുമ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇതിൽ നിന്ന് മാത്രം നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ 2 പേരുടെയും അവരുടെ ഒരു വന്ന വഴികളെ കുറിച്ച് പാരമ്പര്യം എന്നുള്ള പഴയ വാക്കിന് അതേ രീതിയിൽ പറയാൻ എനിക്ക് വിഷമമുണ്ട്. എങ്കിൽ പോലും കുറെ കാര്യങ്ങൾ ഈ ഡേറ്റയിൽ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഫിംഗർ ടിപ്പിൽ ഇല്ലാത്ത കുറെ ഡേറ്റകൾ അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാർ അല്ലെങ്കിൽ അമ്മൂമ്മമാർ ജീവിച്ചു മരിച്ചതിന്റെ ഡേറ്റാബേസ് അവിടെ കിടക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മളിപ്പോൾ പറയാറില്ല. വേണമെങ്കിൽ AI ഉപയോഗിച്ച് തന്നെ ഇതിനെ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഞാൻ പ്രൊജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. സ്കൂൾ പ്രോജക്റ്റിൽ നമ്മൾ കണക്കാക്കി എന്നാൽ ശരി എല്ലാ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ഈ സ്കൂളിന്റെ ചരിത്രം തന്നെ ഒന്ന് എഴുതാൻ പറ്റും. ഒരു പുറത്തേക്കിറങ്ങും. അങ്ങനെ കിട്ടിയപ്പോൾ ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കോട്ടയം മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് കുടിയേറി പാർത്ത കേരളത്തിലെ തന്നെ ആദ്യത്തെ തെക്ക് നിന്ന് വടക്കോട്ട് നടന്നൊരു വലിയ കുടിയേറ്റ ചരിത്രം ഉണ്ടായിരുന്നു. ചായന്മാരെന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഒരുപാട് നോവലുകൾ ഇറങ്ങിയിട്ടുണ്ട്. കട്ടിലപ്പൂർ എന്ന് പറയുന്ന പ്രദേശം ഒരു കുടിയേറ്റ ഗ്രാമമായിരുന്നു. ഉറുമ്പിൽ കുഞ്ഞനാശാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വിട്ടുകൊടുത്ത ഭൂമിയിലാണ് ഈ സ്കൂൾ പണി കഴിക്കുക. അപ്പോൾ പല പല വിവരങ്ങൾ കിട്ടുകയാണ്. ഇതിനെ അവർ ഏത് സാങ്കേതിക വിദ്യയോ മറ്റെന്തോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും പ്രസന്റ് ചെയ്തോട്ടെ. പക്ഷെ അപ്പുറത്ത് ഒരു യാത്ര നടന്നു. കുട്ടികൾ കുറച്ചുപേർ അടുത്തുള്ള വീടുകളിലൊക്കെ പോയി അന്വേഷിച്ചു. അങ്ങനെയാണ് ഞാനൊരു സംഗതി പറഞ്ഞത് മാത്രമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് കലയിൽ വീട് കിട്ടിയിരുന്നു. ഈ പുതിയ സാധ്യതകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ വെച്ച് എന്തെങ്കിലും ഒന്നുണ്ടാക്കാൻ ഒരു സ്കൂൾ പ്രൊജക്റ്റ് ഉണ്ടാക്കാം. ഏത് വിഷയത്തിൽ വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഇങ്ങനെയൊന്ന് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിക്കാത്ത നേട്ടങ്ങൾ അവിടെ കിട്ടി. അവിടെ എവിടെയൊക്കെ മാറിപ്പോയിരുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ അവിടെ വന്നു. സ്കൂളിൽ ഒരു വലിയ ചടങ്ങായിട്ടത് മാറി. അപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റിയ ഒരു കാര്യമാണ് കണക്ട്. 2 ലോകങ്ങളെ 2 അവസ്ഥകളെ വേണമെങ്കിൽ 2 ജനറേഷനുകൾ പല ജനറേഷനുകൾ ചേർത്ത് വെക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. പിന്നെ നല്ല കുട്ടികളെ പോലെ നമ്മളും ഒന്ന് പഠിച്ചു തുടങ്ങണം. എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാ മക്കളുടെ പ്രായത്തിനനുസരിച്ച് ഞാൻ കൗമാരത്തിലൂടെ പോയി. മൂത്ത മോളിപ്പോൾ ബിടെക് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ആ ഇതിൽ കൂടെ ഇളയ മകൻ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഓരോ കാലത്തിലൂടെയും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ
പിടിച്ചിടുക ഒന്ന് പോവുക. I just wanted to add AI യുടെ സംസാരിച്ചപ്പോൾ ഡോക്ടർ ബിലു പറഞ്ഞത് is generative AI, content based, right? ഇപ്പോൾ apparently ഞാൻ recently ഒരു interview ചെയ്തു one of the tech leaders in the thing. അപ്പം what they're saying is there's something called agentic AI. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇത് AI working, okay. So apparently agentic AI is more autonomous. Human intervention in learning and decision making and problem solving and all of that is starting to happen. And this is the latest. So then on, it was more dependent on what we are putting in, but now the algorithms are being designed in a way where they're autonomously able to work. So that is a little dangerous. Okay. So they can add the element of creativity also? I mean, at least my understanding is empathy, creativity, all of that is the human element. But that is even more dangerous because they are autonomous and they can't look at that aspect. The other thing I wanted to ask is I agree with what you were saying about digitizing. Like in the I read an article saying Sweden schools are going back to non-digitizing. The school that they go to don't allow digitizing at all. What I would say is, at least in the formative years, children with 12, 13 years old, their brain is so pliable, right? Digital can really impact after at least 12, 13 years old, schools decide not to bring digitization. Nothing is going to be lost. Maybe high school they will need for the app and all that, but even that you can do it. I mean, I don't see it necessarily as going backwards, but doing it in a way that your brain is your formations are not impacted by its, because when we were saying early age group, that really impacts the way you see the world, the way you perceive things. So I think it's really important to look at that as a thing also, not really, your children with gadgets and things like that. So at least like 12, 13 years old and their brain is formed. In digital age, I think that it is very important to be informed that a directive information to be taken. We cannot commit at all. Like in the school, there is a lot of information right now available, which might be not available in the US or in Sweden. But we need to give a direction rather than just omitting the entire part of the system. So as we are talking about the Gen Alpha, so we are talking about that, and again we just talked about the AI, right? So that all has taken related to the same. ഒരുപാട് AI questions വന്നിട്ടുണ്ട്. I think we should let us do AI. Yes. അതാണ് the next topic we're going to decide. So, ഒരു കാര്യം ഓഡിയൻസിന് ഒരു റിക്വസ്റ്റ് വന്നിട്ട് വളരെ കാലത്തിന് ശേഷം ഞങ്ങൾ മധുര മലയാളം കേൾക്കുകയാണ്. അവിടെയൊക്കെ പോയി വന്നു. ഒരുപാട് താങ്ക്സ് ചെയ്ത് ഓഡിയൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് എൻഡ് ഓഫ് ദി സെഷൻ ഒരു ചെറിയ 4 വരി കവിത. Thank you, Dr. Bill. Before we commence the vote of thanks, we would like to thank our guest speakers for taking time to instill awareness about such crucial issues. I'm sure all the parents in the audience have learned some valuable parenting lessons today, right? Okay. Now over to Brinda Adi for the vote of thanks. Thank you, Apu. So we come to the end of today's Katha Neram, or Sutta Neram as I called it. And I'm sure all of us have a lot of takeaways. And perhaps if we could, we would turn time back and apply a few of the lessons that both Dr. Bilu and Reshma today gave us. First and foremost, a heartfelt thank you to our esteemed speakers, Reshma and Dr. Bilu. Yes, thank you. A huge round of applause for them. And Sujata, my conversation,
conversations and spaces only home. The hierarchical structure, we maintain that. I'm hoping my son who's sitting here is listening to it. And how when Dr. Billu spoke about perhaps the role of digital media in inverting the hierarchical structure. And then the parents say that, okay, you know, perhaps know better. And to prevent such an inversion. So we, at least for me personally, I want to take the risk. Thank you so much. A special thanks to Sugraha for graciously providing us with this beautiful terrace space. To the committee members of South City Carelites Association, your dedication and hard work behind the scenes have been instrumental in bringing Kathanayam to life again. We deeply appreciate your commitment. We're also grateful to Mr. Venugopal, Chairperson of Sugraha, for your unwavering support and encouragement. To our Kathanayam organizers, Sushmita and Suja, your meticulous planning and coordination made this event seamless and successful. A heartfelt appreciation goes to our working team, whose dedication has been the backbone of this event. Anupama from the communications team, Jyoti from the gift committee, Shana from the design committee, Gokul, our treasurer, for efficiently managing our finances, Govindamurthy for moderating the session so effortlessly, Murli and Ganesh for managing logistics and refreshments. A big thank you to Puneri Missil and to Cindy for treating us with delightful refreshments. A special appreciation to our MCs, Apu and Parvati, for anchoring the event so gracefully and keeping the sessions engaging. Your energy and presence added an extra charm to this event. And Apu, when you asked if you've got parenting lessons, your mom said a very loud yes. Yes. Sorry? Yes, Barun for photography. Thank you, Barun. Just a note on the side, I can't see very well with my glasses on. A special... yes, I'd like to call on Parvati to felicitate I'd like to call Vijayalakshmi Aunty to felicitate our guest today. Dr. Vidhu, please short. So much, Vijayalakshmi. And finally, to our wonderful audience, thank you for making the session so engaging and so thoughtful. We look forward to more such sessions from Sushmita and Suja with the support from the SKA team. That's it for today. Good afternoon.